ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നോൺ സ്റ്റിക്കേഷൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ പോർഷനാണ്. നോൺ സ്റ്റിക്കേഷൻ്റെ ഡെറിവേഷനും അതേപോലെ ന്യൂമറിക്കൽസൊക്കെ ഉണ്ട്. ഈ നോൺ സ്റ്റിക്കേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ രണ്ട് ഇക്വേഷനെ പരിചയപ്പെടുന്നുണ്ട്. അതൊരു റിലേഷൻ, അതായത് EMF ഫ്രീ എനർജി തമ്മിലുള്ള റിലേഷനൊക്കെയാണ്. ഫസ്റ്റ്, the electrical energy produced in a reversible cell is equal to the decrease in free energy of the reaction occurring in the cell. നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഇങ്ങനെയുള്ള ഒരു റിവേഴ്സിബിൾ സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? എത്രത്തോളം ഫ്രീ എനർജിയിൽ ഡിക്രീസ് കുറവുണ്ടായോ അതിന് ഈക്വലാണ്. അപ്പോൾ അതിനെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഫ്രീ എനർജി ചേഞ്ചാണ്. മൈനസ് ഡെൽറ്റ ജി എന്ന് കൊടുത്താൽ എന്താണ്? അല്ലേ ഡിക്രീസ് ഇൻ ഫ്രീ എനർജി ഈക്വൽ ടു മൈനസ് NFE, വിച്ച് ഈസ് നോൺ ആസ് ദ ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. That is the mathematical expression of the relation between free energy and EMF of the cell minus delta G, decrease in free energy equal to NFE. NFE എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ്. വേർ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്. ചിലപ്പം ആനോഡിൽ നിന്ന് കാഥോഡിലേക്കോ കാഥോഡിൽ നിന്ന് ആനോഡിലേക്കൊക്കെ ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം Zn2+ എന്ന് പറഞ്ഞാൽ അവിടെ 2 ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫറാണ് നടക്കുന്നത്. Ag+ എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫറാണ് നടക്കുന്നത്. അങ്ങനെ Al3+ ഒക്കെ ആണെങ്കിൽ 3 ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫറാണ് നടക്കുന്നത്. ആ ഒരു നമ്പറിനെയാണ് എന്ത് പറയുന്നത്? N എന്ന് പറയുന്നത്. ദെൻ F എന്ന് പറഞ്ഞാൽ ഫാരഡേ ആണ്. ഈ ഫാരഡേക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുന്നുണ്ട്. 96500. അതാണ് ഫാരഡേയുടെ വാല്യൂ. കൂളംസ്, ചാർജിൻ്റെ കൂളംസ് ആണ് ഈക്വൽ ടു EMF ഓഫ് ദ സെൽ. ദെൻ ഇങ്ങനെയാണ് നോൺ സ്റ്റിക്കേഷൻ ഡിറൈവ് ചെയ്യുന്നത്. നോൺ സ്റ്റിക്കേഷനും അതൊക്കെ നിങ്ങൾ 11th 12th പഠിച്ച് കണ്ടിട്ടുണ്ടാവും. ഒരു ഇക്വേഷനൊക്കെ ഫെമിലിയർ ആയിരിക്കും. അതിൻ്റെ ജസ്റ്റ് ഒരു ഡെറിവേഷനാണ് പറയുന്നത്. ഫോർ ഡിറൈവിങ് നോൺ സ്റ്റിക്കേഷൻ കൺസിഡർ ജനറൽ റിഡക്ഷൻ റിയാക്ഷൻ. ഒരു ജനറലി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു റിഡക്ഷൻ റിയാക്ഷനെയാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. Mn പ്ലസ് aqueous formula പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് M സോളിഡ് ഫോം. The decrease in free energy of this reaction is, ഒരു വൻ ഹോഫ്സ് എന്ന ഇക്വേഷനിൽ കൂടിയാണ് നമ്മളത് പറയുന്നത്. മൈനസ് ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ജി 0 മൈനസ് RT/ln/Q. അവിടെ ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു. മൈനസ് ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ജി 0 മൈനസ് RT/ln/Q എന്നാണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് വൺ ഹോഫ്സ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ ഇപ്പോൾ പഠിച്ചു. നോൺ സ്റ്റിക്കേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിരിക്കുന്ന രണ്ട് ഇക്വേഷൻസാണ്. ഒന്ന് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷനും രണ്ടാമത്തത് വൺ ഹോഫ് ഇക്വേഷനും. ഈ രണ്ടും ബൈ ഹാർട്ടായിട്ട് പഠിച്ചോളാം. ഇതിൻ്റെ ഡെറിവേഷനൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻ അങ്ങ് പഠിച്ചോളാം. Okay, where delta G is the decrease in free energy of the reaction minus delta G 0 എന്ന് പറഞ്ഞാൽ decrease in free energy under standard condition. Then നമുക്കറിയാവുന്ന R എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ദെൻ ഇതിൻ്റെ വാല്യൂ ജൂൾ കെൽവിൻ മോളിലാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന വാല്യൂ ആണ് 8.314. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അത് തന്നെ ബൈ ഹാർട്ടാക്കി പഠിച്ചോളാം. 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ദെൻ Q എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ കോഷ്യൻറ്റ്. എന്താ ഈ റിയാക്ഷൻ കോഷ്യൻറ്റ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ടു റിയാക്റ്റൻസ്. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ തമ്മിൽ ആ റേഷ്യോയാണെന്ത്? റിയാക്ഷൻ കോഷ്യൻറ്റ് Q എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് ടു ഇക്വേഷൻസ്. മൈനസ് ഡെൽറ്റ ജി ഈക്വൽ ടു NFE എന്നുള്ള ഇക്വേഷനും അത് നമ്മൾ ഈ ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷനിൽ കിട്ടിയതാണ്. അതിനെ എന്ത് ചെയ്യുക? ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടിലെടുത്തൊരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ 0 എന്ന് ഇട്ടെടുത്താൽ മാത്രം മതി. മൈനസ് ഡെൽറ്റ ജി 0 ഈക്വൽ ടു NFE 0. ഇതിനെ സെക്കൻഡ് തേർഡ് എന്നുള്ള ഇക്വേഷനായിട്ട് കൊടുക്കുക.
അതായത് ഗിബ്സ് ഹെൽമോസ് ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിൽ ഗിബ്സ് ഹെൽമോസ് ഈ ഗിബ്സ് ഹെൽമോസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽറ്റ ജി ഈക്വൽ ടു എൻ എഫ് ഇ ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ളതാണെങ്കിൽ മൈനസ് ഡെൽറ്റ ജി ഈക്വൽ ടു എൻ എഫ് ഇ 0 എന്നാണ്. ഓക്കെ, വേർ n is the number of electrons transferred during the reaction and F is the Faraday 96500 coulombs is the EMF of the cell. Okay, then next step in the put 2 and 3 in 1. ഈ രണ്ടും മൂന്നും ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2 ഇക്വേഷനാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇതിപ്പോൾ വി ക്യാൻ റൈറ്റ്, അതായത് മൈനസ് ഡെൽറ്റ ജിൻ്റെ വാല്യൂ നമുക്കുണ്ട്, മൈനസ് ഡെൽറ്റ ജി സീറോയുടെ വാല്യൂ ഉണ്ട്. ആ രണ്ട് വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, വി വിൽ ഗെറ്റ് മൈനസ് ഡെൽറ്റ ജിക്ക് പകരം എന്ത് ചെയ്യുക, എൻ എഫ് ഇ എന്ന് കൊടുക്കാം. ഇതാ മൈനസ് ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ എൻ എഫ് ഇ ആണ്, മൈനസ് ഡെൽറ്റ ജി 0 എന്ന് പറഞ്ഞാൽ എൻ എഫ് ഇ 0 ആണ്. ഈ രണ്ട് വാല്യൂവും എന്തിൽ കൊടുക്കുക, 1/2 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. എൻ എഫ് ഇ ഈക്വൽ ടു എൻ എഫ് ഇ 0 മൈനസ് 1/2 ഇക്വേഷൻ്റെ ബാക്കി ഭാഗം അതേപോലെ എഴുതുക, ആർ ടി എൽ എൻ ക്യൂ. ഈ ഇക്വേഷനെ 4th ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ ഇക്വേഷൻ 4 ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 1/NF. 1/NF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, കാരണം ചെറിയ ടേമൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഷോർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ എഫ് ഇ ഈക്വൽ ടു എൻ എഫ് ഇ 0 മൈനസ് ആർ ടി എൽ എൻ ക്യൂ എന്നുള്ള ഈ ഇക്വേഷനെ 1/NF കൊണ്ട് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൻ എഫ് ഇ എന്നുള്ള ടേം എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇ ഈക്വൽ ടു ഇ 0 മൈനസ് ആർ ടി ബൈ എൻ എഫ് എൽ എൻ ക്യൂ. ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ദെൻ ഇവിടെ 25 ഡിഗ്രി സെൽഷ്യസ്, ടി ഈക്വൽ ടു 298 കെൽവിൻ ഓർ 25 ഡിഗ്രി സെൽഷ്യസ് നമുക്കറിയാം. ദെൻ ആർ ഈക്വൽ ടു 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ദെൻ എഫ് 96500 കൂളംസ്. ഇതെല്ലാം കൂടെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 0.0591 എന്നുള്ളൊരു വാല്യൂവിലേക്കാണ് നമുക്ക് എത്തുന്നത്. കാരണം ഇവിടെ ടെമ്പറേച്ചറും ഈ 2.303 എന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെയുള്ള എൽ എൻ ക്യൂ, ഈ എൽ എൻ ക്യൂ നാച്ചുറൽ ലോഗരിതമാണ്. അതിനെ കോമൺ ലോഗരിതത്തിലോട്ട് ലോഗ് ക്യൂവിലോട്ട് മാറ്റുന്ന സമയത്ത് 2.303 എന്നുള്ളൊരു വാല്യൂ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 298 ഡിവൈഡഡ് ബൈ 96500 കൂളം എന്നുള്ളൊരു ക്വാണ്ടിറ്റി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ് 0.0591. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യണ്ട, ഇങ്ങനെ ഓരോ വാല്യൂ മാറി മാറി കൊടുക്കണ്ടല്ലോ. അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, 0.0591. ബട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ടെമ്പറേച്ചർ ഡിഫറെൻറ്റ് വേറെ ഏതെങ്കിലും ടെമ്പറേച്ചറിലാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ, ഈ നോർമൽ റൂം ടെമ്പറേച്ചർ അല്ല എങ്കിൽ നിങ്ങൾ ഈ ഡയറക്റ്റുള്ള വാല്യൂ കൊടുക്കാൻ പാടില്ല. അറ്റ് എനി ടെമ്പറേച്ചർ അതർ ദാൻ റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ ഈ 0.0591 എന്നുള്ള വാല്യൂ കൊടുക്കാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള വാല്യൂ മാത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നു, ഇ ഈക്വൽ ടു E0 മൈനസ് ആ വലിയ ആർ ടി ബൈ എൻ എഫ് എന്നുള്ള വാല്യൂക്ക് പകരം ഞാൻ 0.0591 ഡിവൈഡഡ് ബൈ എൻ ലോഗ് ക്യൂ, എൽ എൻ ഉള്ളത് 2.303 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലോഗ് ക്യൂ ആക്കി മാറി. കാരണം അതാണ് നമുക്ക് വാല്യൂ എടുക്കാൻ സൗകര്യം. ഓക്കെ, ദെൻ ക്യൂ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. ദെൻ പുട്ടിംഗ് ദ വാല്യൂ ഓഫ് ക്യൂ നമ്മൾ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഒരു റിഡക്ഷൻ റിയാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ നോൺസ്റ്റിക്കേഷനെ ഡിറൈവ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഈ റിഡക്ഷൻ റിയാക്ഷൻ Mn++ n ഇലക്ട്രോൺ ഗീവ്സ് MS എന്നുള്ളത്. ഇവിടെ പ്രോഡക്റ്റ് M ആണ്, റിയാക്റ്റൻ്റ് ആയിട്ടുള്ളത് Mn+ ആണ്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ്റെ റേഷ്യോ ആണ് നമുക്കിപ്പോൾ Q ആയിട്ട് എടുക്കേണ്ടത്. ഇതാ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ Qക്ക് പകരം എന്ത് കൊടുക്കാം? ഇവിടെയുള്ള log ഓഫ് ഇക്വേഷൻ which means equal to E0 minus 0.0591 by n log Q. ഈ log Qക്ക് പകരം Qന് പകരം log ഓഫ്, കണ്ടില്ലേ, log into concentration of M divided by concentration of Mn+. ഇവിടെ n+ എന്നാണ് aqueous solution. പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്റ്റൻസ്. ഓക്കെ, അങ്ങനെ കിട്ടുന്നു. ദെൻ ഇവിടെ നമുക്കൊരു കാര്യം ഓർത്തിരിക്കേണ്ടതുണ്ട്. സ്മോളർ കോൺസെൻട്രേഷൻ ഓഫ് പ്യുവർ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് at 1 atmospheric pressure is taken as unity. ഏതൊരു സോളിഡിൻ്റെ ആണെങ്കിലും ഏതൊരു ലിക്വിഡിൻ്റെ ആണെങ്കിലും ഏതൊരു ഗ്യാസിൻ്റെ ആണെങ്കിലും പ്യുവർ സ്റ്റേറ്റുള്ള അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ നമ്മൾ യൂണിറ്റായിട്ട്, ദാറ്റ് ഈസ് 1 ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ന്യൂമറേറ്ററിലുള്ളത് M സോളിഡാണ്, പ്യുവറായിട്ടുള്ള M സോളിഡാണ്. Therefore we can take concentration of M solid equal to 1. Then equation 1 becomes equal to E0 minus 0.591 by n log 1 by concentration of Mn+. ഓക്കെ, ഇതാണ് എന്ത് Nernst equation for finding electrode potential of electrode at 298 Kelvin. ഏത് റൂം ടെമ്പറേച്ചറിലാണെങ്കിലും ഓർ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഏതൊരു ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള നോൺസ്റ്റിക്കേഷനാണ് ഈ റെഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഡെറിവേഷനായിട്ട് നോൺസ്റ്റിക്കേഷന് പറയുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂം ടെമ്പറേച്ചർ അല്ലാതെ വേറെ ഏതൊരു ടെമ്പറേച്ചർ ആണെങ്കിലും നിങ്ങൾ ഈ 0.0591 എന്നുള്ള വാല്യൂ എഴുതാൻ പാടില്ല. പകരം ഇവിടെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്ന ഈക്വൽ ടു E0 മൈനസ് 2.303 R3 by NF log 1 by Mn+ aqueous എന്നുള്ള ഇക്വേഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ. ദെൻ എങ്ങനെയാണ് EMF ഓഫ് ദ സെൽ കാണാൻ നോക്കാം. ഓക്കെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാത്രം വെച്ച് നോക്കിയിട്ട് ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഒരു സെൽ റിയാക്ഷൻ, മൊത്തത്തിലുള്ളൊരു സെൽ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഡാനിയൽ സെല്ലിൻ്റെ സെൽ റിയാക്ഷൻ എടുക്കുന്നു. Zn+Cu2+ gives Zn2++ Cu. ദെൻ അവിടെ നമ്മൾ ഒന്ന് നോക്കേണ്ടത് റിയാക്ഷൻ കോഷ്യൻറ്റിൻ്റെ ചേഞ്ചസ് മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റത്തെ ആണെങ്കിൽ ഒറ്റ ലൈൻ ചെറിയൊരു റിയാക്ഷൻ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് പ്രോഡക്റ്റും റിയാക്റ്റൻ്റൊക്കെ എണ്ണം കൂടുതലാണ്. Therefore we can write Q equal to concentration of product by concentration of reactants ആണ്. അതാണ് റിയാക്ഷൻ കോഷ്യൻ്റ് Q എന്ന് പറയുന്നത്. Therefore we can write here Q equal to concentration of ഈ RHS ആയിട്ടുള്ള Zn2++ അല്ല ഇൻറ്റു ആണ് കൊടുക്കുക. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് Cu ഡിവൈഡഡ് ബൈ ദെൻ LHS ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ഓഫ് Zn ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Zn2+. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള കോപ്പർ ഒരു പ്യുവറായിട്ടുള്ള സോളിഡാണ്. അതേപോലെ സിങ്ക് അതും പ്യുവറായിട്ടുള്ള സോളിഡാണ്. ഇത് രണ്ടിൻ്റെയും കോൺസെൻട്രേഷനെ ഒന്നാക്കി എടുക്കാം, യൂണിറ്റാക്കി എടുക്കാം. Therefore this reaction coefficient becomes ഇങ്ങനെ വരുന്നു, Q equal to Zn concentration of Zn2+ divided by concentration of Cu2+. ഓക്കെ, എങ്ങനെയാണ് വരുന്നത്. Therefore we can write finally E cell equal to E0 minus 0.0591 by 2 ആണ് ഇവിടെ n എന്ന് പറയുന്നത്. കാരണം ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ 2 ഇലക്ട്രോണിയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. 2 into log of Zn2+ divided by Cu2+.
ബാക്കിയുള്ള ടൈം എന്താ ഇങ്ങനെ മാറുന്നത്? പ്യുവർ സോളിഡ്സിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളതിനെ 1 ആക്കി മാറ്റി എഴുതുന്നില്ല. ദെൻ നമുക്കറിയാം, ഒരു ഡാനിയൽ സെല്ലിൻ്റെ കേസിലാണെങ്കിൽ സിങ്ക് എന്നുള്ളത് ആനോഡാണ്, കോപ്പർ എന്നുള്ളത് കാഥോഡാണ്. ആനോഡെന്നോ സിങ്ക് എന്നോ കോപ്പർ എന്നോ എഴുതേണ്ട ആവശ്യമില്ല. ഏതൊരു സെല്ലാണെങ്കിലും എങ്ങനെയാണ് ആ റിയാക്ഷൻ വരുന്ന സമയത്ത് E cell equal to E0 minus 0.0591/n log of concentration of anode divided by concentration of cathode. ഇതാണ് ഒരു ജനറലി ആയിട്ടുള്ള നോൺസ്റ്റിക്കേഷൻ ഫോർ ഫൈൻഡിങ് EMF ഓഫ് ദ സെൽ. ഒരിക്കലും മാറിപ്പോകരുത്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ 1/mn പ്ലസ് എന്നുള്ള ഇക്വേഷനാണ് ജൂല് വരുന്നത്. ദെൻ ഒരു ഈ സെല്ലാണെങ്കിൽ അവിടെ ആനോഡും കാഥോഡിൻ്റെയും കോൺസെൻട്രേഷൻ ടേമും കൂടെ അധികം വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഈ ഒരു നോൺസ്റ്റിക്കേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലം ഒക്കെ നമ്മൾ സോൾവ് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് നോൺസ്റ്റിക്കേഷൻ. ഇവിടെ മെയിനായിട്ട് 3 ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ പഠിച്ചത് തന്നെയാണ്, ഒന്നും കൂടി ഒന്ന് ആപ്ലിക്കേഷൻ ഫോമിൽ തന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ, ടു ഫൈൻഡ് ഔട്ട് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോഡ്. To find out the electrode potential for different concentration of electrode, that is equal to E0 minus 0.059/n log 1/m plus. ഈ mn പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ ഏതൊരു ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാമെന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ്, ടു ഫൈൻഡ് ഔട്ട് ദി EMF ഓഫ് എ സെൽ. EMF ഓഫ് എ സെൽ നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഏതൊരു ആനോഡാണെങ്കിലും ഏതൊരു കാഥോഡാണെങ്കിലും നമുക്ക് അതിൻ്റെ കോൺസെൻട്രേഷനും അതിൻ്റെ E0 വാല്യൂ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെൽ കാണാം എന്നാണ് പറയുന്നത്. ദെൻ തേർഡ്, ടു ഫൈൻഡ് ഔട്ട് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് റിയാക്ഷൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാണാനുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈ സെൽ ഈക്വൽ ടു E0 മൈനസ് 0.0591/n log Q. ഓക്കെ, ഇവിടെ അറ്റ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ സെൽ എന്നുള്ള ടേം എന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. റിയാക്ഷൻ കോഎഫിഷ്യൻറ്റ് Q എന്നുള്ളതോ K ആയിട്ട്, K എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്നു. ഈ ഒരു 2 കണ്ടീഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് കാണുന്നത്. അതായത് ഒരു ഈ സെൽ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതിൽ ഇക്വിലിബ്രിയം എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ അവിടെയുള്ള ഈ സെൽ 0 ആയി മാറുന്നു. ലോഗ് Q എന്നുള്ളത് ലോഗ് K എന്നായിട്ട് മാറുന്നു. 2 കണ്ടീഷൻ ഓർത്തിരുന്നോളാം. ഓക്കെ, ദെൻ ബാക്കിയുള്ള ടേം ഈക്വേഷൻ എങ്ങനെയായിട്ട് നമുക്ക് എഴുതാം? E0 ഈക്വൽ ടു ഇവിടെയുള്ള ഈ സെല്ല് എന്നുള്ളത് 0 ആയി മാറിയിട്ടോ, ഇക്വിലിബ്രിയം ആയതുകൊണ്ട്. അതുകൊണ്ടാണ് E0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു റീഅറേഞ്ച്മെൻറ്റ് അവിടെ ഒരു സ്റ്റെപ്പ് വിട്ടുണ്ട്, ഒന്ന് നോക്കിയിട്ട് എഴുതി നോക്കുക, കിട്ടും. E0 ഈക്വൽ ടു 0.0591 ഡിവൈഡഡ് ബൈ n. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ, 0/n ലോഗ് Q എന്നുള്ളത് ലോഗ് K. ഓക്കെ, ലോഗ് Q എന്നുള്ളത് ലോഗ് K. ദെൻ ലോഗ് K ഈക്വൽ ടു, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ലോഗ് Kയുടെ വാല്യൂ കാണാം. റീഅറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് നിങ്ങൾ നോക്കുക. ലോഗ് K ഈക്വൽ ടു, ഈ ലോഗ് K ആണ് എന്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ലോഗ് K ഈക്വൽ ടു n ഇൻറ്റു E0 ഡിവൈഡ് ബൈ 0.0591. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലോഗാണ് കാണുന്നത്. അതിൻ്റെ ആൻറ്റി ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു. ഇത്രയാണ് 3 ആപ്ലിക്കേഷൻസ് ഓഫ് നോൺസ്റ്റിക്കേഷൻ. ദെൻ ഇത് വേണം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളൂ. സിലബസിൽ അങ്ങനെ പറയണില്ല. വേരിയേഷൻ ഓഫ് EMF വിത്ത് ടെമ്പറേച്ചേഴ്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാലും വേണ്ടവർക്ക് പഠിച്ചാൽ മതി. ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ളതാണ്, സിലബസ് കഴിഞ്ഞ സിലബസിലുള്ളത് സ്കീമിലുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വേരിയേഷൻ ഓഫ് EMF ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വിത്ത് pH സൊല്യൂഷൻ. ഓക്കെ, നിങ്ങൾ ഈ ചാപ്റ്ററിൽ കുറച്ച് നെയിംഡ് ആയിട്ടുള്ള സെൽസിൻ്റെയൊക്കെ പഠിക്കുന്നുണ്ട്. ഹൈഡ്രജൻ ഇലക്ട്രോഡ്, കലോമൽ ഇലക്ട്രോഡ്,
അങ്ങനെ ഗ്ലാസ് ഇലക്ട്രോഡ് അങ്ങനെയൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് ഇലക്ട്രോഡിനെയൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുക. ഹൈഡ്രജൻ ആയത് നമുക്കറിയാം H++1 ഇലക്ട്രോൺ ഗീവ്സ് H2. ആ ഒരു ജനറൽ ഇക്വേഷനാണിത് ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ ഇക്വേഷനായിട്ട് പറയുന്നത്. ദെൻ നോൺ സ്റ്റിക്കേഷൻ, അതിൻ്റെ നോൺ സ്റ്റിക്കേഷൻ എങ്ങനെ എഴുതി നോക്കാം. 2 ലൈനിലായിട്ടാണ് എടുക്കുന്നത്. അതായത് E=E0, ആ നെക്സ്റ്റ് ലൈനും കൂടെ ഒന്നാമത്തേൻ്റെയാണ്, അത് കൺഫ്യൂഷൻ ആവരുത്. E=E0 മൈനസ് 0.0591/n log Q. അതാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള നോൺ സ്റ്റിക്കേഷൻ. ഇവിടെ ക്യൂക്ക് പകരം എന്ത് എഴുതണം, നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആയത് കാരണം ആ റിയാക്ഷനുള്ള പ്രോഡക്റ്റും അതിൻ്റെ റിയാക്റ്റൻ്റൊക്കെയാണ് നമ്മളിവിടെ ക്യൂക്ക് കൊടുക്കേണ്ടത്. വേർ E0 ഈസ് 0 ആണ്. ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ കേസിലായതുകൊണ്ട് E0 0 ആണെന്ന് പറയാം. Q=1 കോൺസെൻട്രേഷൻ ഓഫ് H+. കാരണം H2 എന്നുള്ളതൊരു ഗ്യാസാണ്, പ്യുവർ ഗ്യാസാണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റാണ്. therefore we can write Q=1 concentration of H+. Okay, the equation becomes E=0. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെത് എപ്പോഴും EMF എന്നുള്ളത് 0 ആണ്. അതാണ് E0=0 എന്ന് കൊടുത്തത്. E=0 മൈനസ് 0.591/n. 1 ഇലക്ട്രോണാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. log 1/H+. ഓക്കെ, ദെൻ മൈനസ് ലോഗ്, ഇവിടെ ഞാനൊരു ജസ്റ്റ് റീഅറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. ലോഗ് 2 ലൈനിലായതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയാം, എന്നാലും ജസ്റ്റ് നോക്കുക. ലോഗ് മൈനസ് ലോഗ് H+ കോൺസെൻട്രേഷൻ ആണല്ലോ pH എന്നുള്ളത് അല്ലേ. ഇവിടെ 1/H+, ലോഗ് 1/H+ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻവേർട്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു മൈനസ് വന്നു. ഇൻവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മൈനസ് വന്നു. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ വേണമെങ്കിൽ ഒരു വേറെ പേപ്പറിലോട്ട് ഇതിനെ എഴുതി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം. ഓൾറെഡി ഉള്ള മൈനസ് അവിടെ ഉണ്ട്, മൈനസ് 0.0591/n. എന്നൊന്നും കൊടുക്കേണ്ട, Y1 ഒന്നും ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. 0.0591. ഇവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മൈനസ് ലോഗ് H+ എന്നാണ്. ഓൾറെഡി ഉള്ള ലോഗ് 1/H+ന് ഞാൻ അതിന് ഇൻവേർട്ട് ചെയ്തു, അതിനെ റെസിപ്രോക്കൽ പോലെ എടുത്തു. അപ്പോൾ അവിടെ ഒരു മൈനസ് സൈൻ വന്നു. ആ മൈനസും ഈ ലോഗിന് കൂടെ എഴുതി കഴിഞ്ഞാൽ ലോഗ് H+ എന്നാവുന്നു. ആ ലോഗ് H+ന് ഞാൻ എന്ത് മാറ്റിയതാ, pH എന്ന് മാറ്റി എഴുതി. therefore this equation minus 0.0591 pH. അതാണ് pH കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, minus 0.0591 pH or pH. ഇതിൽ നിന്ന് pH നമുക്ക് എങ്ങനെ കാണാം, pHും ഇതിൽ നിന്ന് വാല്യൂ കൊടുത്തിട്ട് മീൻസ് റീഅറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് കാണാം. pH ഉള്ള ഇക്വേഷൻ ഉണ്ടാക്കാം. ദെൻ pH 0 ആണെങ്കിൽ, pH 7 ആണെങ്കിൽ, pH 14 ആണെങ്കിലൊക്കെ എങ്ങനെയാണ് ഈ EMF വേരി ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. നെക്സ്റ്റ്, വെൻ pH =0, pH 0 ആണെങ്കിൽ ആ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നു, മൊത്തം 0 ആയിട്ട് മാറുന്നു. therefore അവിടെ ഉണ്ടാകുന്ന EMF എന്താണ്, അവിടെയുള്ള E സെല്ലും എന്താണ്, 0 ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, ഈ ഇക്വേഷനിൽ ഇവിടെയുള്ള ഈ ഇക്വേഷനിൽ pHന് 0 കൊടുത്തു കഴിഞ്ഞാൽ Eയുടെ വാല്യൂ എന്തായിട്ട് മാറുന്നു, 0 ആയിട്ട് മാറുന്നു. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, pH 7. pH 7 ആണെങ്കിൽ, ദാറ്റ് ഈസ് ന്യൂട്രൽ ഉള്ള കേസാണെങ്കിൽ minus 0.0591 × 7 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു വാല്യൂ കിട്ടുന്നു മൈനസ് 0.414 വോൾട്ട്. ഓക്കെ, അതാണ് ന്യൂട്രലിലുള്ള ഒരു വോൾട്ട്. ദെൻ pH 14 ആണെങ്കിൽ, ഇത് ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ കേസാണ് പറയുന്നത്. സെല്ലിൽ നമ്മൾ എടുക്കുന്ന ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷനും അതിൻ്റെ pH ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസിൽ എങ്ങനെയാണ് അതിൻ്റെ EMF വരിക എന്നുള്ളതാണ്. pH 14 ഉള്ള സൊല്യൂഷനാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം,
ഇവിടെ ദാറ്റ് ഈസ് ആൽക്കലൈൻ സൊല്യൂഷൻ ആണെങ്കിൽ ഇ എം എഫ് എന്തായിട്ട് മാറുന്നു? ഈക്വൽ ടു -0.0591 ഇൻറ്റു 14. ദാറ്റ് വാല്യൂ ഈസ് -0.828 വോൾട്ട്. ഇത്രയാണ് 3 കണ്ടീഷൻസ് പറയുന്നത്. പി എച്ച് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്നുണ്ടാക്കാം. ദെൻ പി എച്ച് 0 ആണെങ്കിൽ എത്ര ഇ എം എഫും ഈ സെല്ലും 0 ആയി. പി എച്ച് 7 ആണെങ്കിൽ ഈ സെൽ എന്ന് പറഞ്ഞത് -0.414 വോൾട്ടായി. ദെൻ പി എച്ച് 14 ആണെങ്കിൽ -0.828 വോൾട്ടായിട്ട് മാറുന്നു. ഓക്കെ, ദെൻ സം ന്യൂമെറിക്കൽസ് ബേസ്ഡ് ഓൺ നോൺസ്റ്റിക്കേഷൻ. ജസ്റ്റ് നോക്കുക. അതായത് ഇക്വേഷൻ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അടുത്ത പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെത് നെക്സ്റ്റ് പാർട്ടിൽ പറയാം.